will ask me money. അല്ലേ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു അല്ലേ, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെന്ന് പറയും. വാട്ട് ഐ വിൽ സേ, യു ട്രസ്റ്റ് ഇൻ ഗോഡ്. എന്താ അങ്ങനെ പറയുന്നത്? ദിസ് ഈസ് എ പ്ലേസ് ടു ഡു മിറക്കിൾസ്. അത്ഭുതങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു ഷെയർ എ വേർഡ് വിത്ത് യു ആൻഡ് ഐ വിൽ ബി ഗിവിംഗ് വേർഡ് ടു എവരിവൺ. എല്ലാവർക്കും ഓരോ ദൂതും കൊടുക്കും. 1 Kings chapter 17 verse 3 വായിച്ചോളൂ. അത് താഴോട്ട് നിർത്തി നമുക്ക് വായിച്ചു പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കാൻ. Praise the Lord. Here God is telling to Elijah. ദൈവം ആരോടാ പറയുന്നത്? ഏലിയാവിനോട് പറയുകയാണ്. എന്താ പറയണോ? യു റീഡ് ദാറ്റ്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് you go കിഴക്കോട്ട് ചെന്ന് you go to the east യോർദാന് കിഴക്കുള്ള near the river Jordan. കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? Sometimes for a miracle you have to hide yourself in the wilderness. എല്ലായിടത്തും കയറി നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കല്ലേ കേട്ടോ. എല്ലായിടത്തും കയറി ഞാൻ ദൈവദാസനാണെന്ന് പറഞ്ഞ് നിൽക്കല്ലേ. അതിന് ഒരു സമയമുണ്ട്. വല്ലതും പിടികിട്ടിയ. അപ്പോൾ when you obey the word of God you will be blessed. വചനം അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. What is God telling Elijah? You go and stay near the river Jordan and hide yourself. അവിടെ തന്നെ ഒളിച്ചിരിക്കാനാണ് പറയുന്നത്. എന്തിനാ ഒളിച്ചിരിക്കുന്നത്? I will take you to one word, the book of Luke chapter 180. അതവിടെ മറച്ചു വയ്ക്കണ്ട, നമ്മൾ വീണ്ടും വരും. എന്തിനായി ഒളിച്ചിരിക്കാൻ പറഞ്ഞത്? വല്ലതും പിടി കിട്ടിയ? ലൂക്ക് 180 എന്താ വായിച്ചത്? അല്ല, ലൂക്കോസ് 1:80. പൈതൽ വളർന്നു, ആത്മാവിൽ So he hid himself. Here it is speaking about John the Baptist until the time of disclosure, showing himself to the world. He hid himself in the wilderness. മരുഭൂമിയിൽ രഹസ്യമായി പാർത്തിരുന്നു. There is a time for everyone to hide yourself. അപ്പോൾ ഒരു അത്ഭുതം കാണണമെങ്കിൽ ഒളിച്ചിരിക്കേണ്ട സമയത്ത് ഒളിച്ചിരിക്കണം. How do you know that God wants you to hide? ദൈവം നിങ്ങളെ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും? God will speak through the circumstance. സാഹചര്യത്തിലൂടെ സംസാരിക്കും. He will speak through financial circumstance. സാമ്പത്തികത്തിലൂടെ ദൈവം സംസാരിക്കും. ഒളിച്ചിരിക്കാൻ എങ്ങനെയാണ്? He will speak through diseases. അസുഖത്തിലൂടെ ദൈവം സംസാരിക്കും. When you have a pain in the body and if you are trying to go out, നിങ്ങൾക്ക് ശരീരത്തൊരു വേദനയുണ്ട്, നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോൾ വേദന മാറുന്നില്ല, അപ്പോഴും മനസ്സിലാക്കണം ദൈവം നിങ്ങളെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. When you have money you can do something, but when you have no money don't do anything. പൈസ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യല്ല്. What is Deuteronomy 28:12? It says, ആവർത്തനം 28:12 എന്താണ് പറയുന്നത്? You shall lend but you will not borrow. But don't borrow money. God will speak. You know, I have 2 children. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. They are now working. അവരിപ്പം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. After completing the 10th course, 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ I was working under the pastor's office. ഞാൻ പാസ്റ്ററിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ I did not have much income. അധികം ഇൻകം ഒന്നും ഇല്ലായിരുന്നു. They were writing the medicine and entrance test.
മെഡിസിനും എൻട്രൻസും ടെസ്റ്റുകളൊക്കെ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. They did not get seat in the medicine or entrance in the first time. ആദ്യത്തെ തവണ അവർക്ക് കിട്ടിയില്ല. So everyone told, why you are serving the Lord? You go and work abroad in USA or Dubai, you will have money for the capitation fee. നിങ്ങൾ ദുബായിലോ യു എസ് എയിലോ പോയി ഈ ദൈവവേല കളഞ്ഞിട്ട് യു എസ് എയിലോ ദുബായിലോ പോയി ജോലി ചെയ്ത് മക്കൾക്ക് ക്യാപിറ്റേഷൻ മണിയായിട്ട് അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഐ ഡിഡ് നോട്ട് ഹാവ് മണി, ബട്ട് എവ്രി വൺ ഇൻസിസ്റ്റഡ് മീ, യു ടേക്ക് ലോൺ. ലോൺ എടുക്കാൻ പറഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ. ഐ സെഡ് നോ. വൈ? ദ വേർഡ് ഈസ് സെയിങ്, എന്താ ആവർത്തനം 28:12 എന്താ പറയുന്നത്? You will lend to many, but you will not borrow. From the time of baptism, I have never borrowed money from anyone. സ്നാനപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെയും മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിലും പൈസ മേടിച്ചിട്ടില്ല. This is the place to teach these things. വല്ലതും പിടികിട്ടിയാ? അത് പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. There are many people who are not educated in the Bible in many countries. പല രാജ്യങ്ങളിൽ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർ, ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. I will travel there by God's grace with my expense, and I will go there and teach these things. അവർക്കിത് അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം? ആരും പറഞ്ഞു കൊടുക്കത്തില്ല. No one will tell them. That's why I told him, you walk. അതുകൊണ്ടാണ് ഞാൻ അവിടെ നടക്കാൻ പറഞ്ഞു. When he started walking, God opened his eyes. കണ്ണുകൾ തുറന്നു, ദർശനം കാണാൻ തുടങ്ങി ഈ നടക്കാൻ തുടങ്ങിയപ്പോൾ. Because when you stand for the Lord, God will do miracles. People are thinking miracles means only money coming is miracle. പൈസ വരുന്നതാണ് miracle എന്നാണ് ചിലവരുടെ വിചാരം. He will open your eyes. നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കും. He will release his power upon you. ദൈവത്തിന്റെ ശക്തിയെ നിങ്ങളുടെ മേൽ അയക്കും. So great miracles you will see. This is the place to teach these things. So my children did not go for any course for 1 year. ഒരു കൊല്ലത്തേക്ക് അവർ വീട്ടിലിരുന്നു, ഒരു കോഴ്സിനും പോയില്ല. So what was my attitude? എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഞാൻ കരഞ്ഞ് വിലപിക്കുന്നു, അയ്യോ ഞാൻ ദൈവവേല ചെയ്തു എന്നിട്ട് എൻ്റെ പിള്ളേർ വീട്ടിലിരുന്നു. ഇങ്ങനെയാണോ ഞാൻ ചിന്തിച്ചത്? അല്ല. I realized one thing, God is speaking through circumstance. സാഹചര്യത്തിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. Why he did not give money for my children? എൻ്റെ പിള്ളേർക്ക് എന്തുകൊണ്ട് പൈസ തന്നില്ല? Today I am testifying here. ഇന്ന് അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നു. എല്ലാം പിടികിട്ടിയ? They are working as psychiatrists and engineers. Both have completed master's degree in engineering and medicine. Not a single money has been spent for their education. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ ചെലവാക്കിയില്ല. Why? The deliverance will come within a second. വിടുതൽ ഒരു സെക്കൻഡിലാണ് വരുന്നത്. When my father told, how you will educate your children? നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കും, നിങ്ങൾ ദൈവവേല ചെയ്താലെന്ന് ചോദിച്ച സമയത്ത് I looked up. ഞാൻ ഉയരത്തിലേക്ക് നോക്കി. If a man can pay salary, ഒരു മനുഷ്യന് കൂലി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, if a government can pay salary, why can't the Almighty God give money to those who work for him? എല്ലാം പിടികിട്ടിയ? You should have this revelation.
If you want to do a miracle worker, obey the word of God. നിങ്ങൾക്ക് മിറക്കിൾ വർക്ക്